السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണമാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് നബിയെ, അങ്ങയില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട്ട് പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ മുത്ത് റസൂലിനെ അതിർത്തി സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അക്ഷരാവൽ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്ന് രക്ഷ ആവശ്യപ്പെട്ടപ്പോഴും അവർക്ക് രക്ഷകനായിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തുന്ന സൂര്യന് മുമ്പിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് മധ്യേ അല്ലാഹുവിന് സർവ്വം സമർപ്പിച്ച തിരുനബിയോട് സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സ്വഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അതിരില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കലായിരുന്നു അവരുടെ ശൈലി. തിരുനബിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബിയോട് അൻസാരിയുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ കാങ്കലിപ്പികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, തിരുദൂതരെ, ആർത്തുലയ്ക്കുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാൻ അങ്ങ് ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു. മാത്രമേ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയം സ്വഹാബിമാർ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരാധീനനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേ തിരുനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ. പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ സംബന്ധിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.